നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റ് കണ്ടപ്പോൾ നിങ്ങളും ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഇനി നിഫ്റ്റി എങ്ങോട്ടാണ്? ഇന്ന് ഫെബ്രുവരി 6, ഇൻഡെക്സ് ഗ്രീനിൽ ക്ലോസ് ആയിട്ടും എന്തോ ഒരു പോസിറ്റീവ് സിഗ്നൽ മാർക്കറ്റിലേക്ക് ആയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? ബിഗ് പ്ലേയേഴ്സ് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ സജീവമായി ഇടപെട്ട് തുടങ്ങിയിട്ടില്ല ബൈയിങ് സൈഡിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ ഡാറ്റ നമ്മളോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇന്ന് മാർക്കറ്റിൽ നടന്നത് ഒരിക്കലും ഒരു സിമ്പിൾ അപ്പ് ഡൗൺ സ്റ്റോറി അല്ല. കാരണം അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ, ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ബിൽഡപ്പ്, വിക്സ് മൂവ്മെൻറ്റ് ഇവയെല്ലാം കമ്പൈൻ ചെയ്താൽ നാളത്തെ മാർക്കറ്റിൽ, അതായത് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മാർക്കറ്റിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നാളെ ട്രേഡ് എടുക്കണോ, അതായത് അടുത്ത ദിവസം ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്, എവിടെ എടുക്കണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും യുക്തിയാണ്. പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തമായ തീരുമാനമെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം. എന്തായാലും നാളെ, അതായത് തിങ്കളാഴ്ച, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് മാർക്കറ്റിൽ നടന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,694 50 പോയിന്റ് മുകളിൽ, അറൗണ്ട് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് തന്നെ പറയാം. സെൻസെക്സ് ആകട്ടെ 266 പോയിന്റ് നേട്ടത്തിൽ 83,580 എന്ന് പറയുന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഓവറോൾ നമ്മുടെ ഇൻഡെക്സുകളൊക്കെ ഗ്രീൻ ആണെങ്കിൽ പോലും ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്ലോസ് ആയി നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്, ഡെപ്തിലേക്ക് ഇറങ്ങുമ്പോൾ പിക്ചർ കണ്ടത് പോസിറ്റീവ് ആണെങ്കിലും പിക്ചർ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്നത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കിയാൽ, അതായത് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ, ഡിക്ലൈനിങ് സ്റ്റോക്സ് ആണ് അഡ്വാൻസ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ലാഭമുണ്ടാക്കിയ സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടും മാർക്കറ്റിൽ വലിയൊരു ഭാഗം സെല്ലിംഗ് പ്രഷറിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത്, നിഫ്റ്റി 50യിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഭൂരിപക്ഷം കമ്പനികളും സെല്ലിംഗ് പ്രഷറിലായിരുന്നു എന്നർത്ഥം. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഓൾറെഡി നിഫ്റ്റി 50യിൽ നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റിയ ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ഇൻഡെക്സിനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ബഹുഭൂരിപക്ഷം സ്റ്റോക്കുകളും തളർച്ചയുടെ പാതയിലായിരുന്നു ഇന്ന് എന്നുള്ളത് ഒരു കോഷ്യസ് മാർക്കറ്റ് സിഗ്നലായിട്ട് കാണേണ്ടി വരും. സെക്ടർ വൈസ് നോക്കിയാൽ മാർക്കറ്റ് വളരെ മിക്സ്ഡാണ്. FMCG, കൺസംഷൻ റിലേറ്റഡ് സ്റ്റോക്സ് ഒക്കെ പൊതുവെ ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് കാണിച്ചത്. പക്ഷേ IT-യിൽ, മെറ്റൽ സ്റ്റോക്സിലൊക്കെ തന്നെ ഇൻട്രാഡേയിൽ വീക്ക്നെസ് കാണുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. ഓവറോൾ നോക്കിയാൽ ചില സെക്ടറുകളിൽ ഒരു ചെറിയ സപ്പോർട്ടും കൂടുതൽ സെക്ടറുകളിൽ അത്ര പോസിറ്റീവ് അല്ലാത്ത ലെവലുകളുമാണ് ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞത്. ഇന്ത്യ വിക്സിൻ്റെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ വിക്സ് ഏകദേശം 12 ലെവലിലാണ് ഇന്ന് ഉള്ളത്. ഇന്ത്യ വിക്സ് പതിയെ താഴേക്ക് വരുന്നത് പാനിക് സെല്ലിംഗ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കൂടിയാണ്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഇന്ത്യ വിക്സ് ഒക്കെ ലോ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വോളറ്റിലിറ്റി പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഓപ്ഷൻ ബയേഴ്സിനെ ആയിരിക്കും. ഡോളർ INR അപ്ഡേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 90-60 എന്ന് പറയുന്ന റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്ലൈറ്റ്ലി സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും. ബുള്ളിഷോ ബെയറിഷോ ആവാതെ ഏകദേശം ഒരു സ്റ്റേബിളായൊരു പൊസിഷനിലാണ്. നമുക്ക് കറൻസിയിൽ പ്രത്യേകിച്ച് മേജർ സിഗ്നൽസ്, പാനിക്കായിട്ടുള്ള സിഗ്നൽസ് ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ക്രൂഡ് ഓയിലും ഏകദേശം റേഞ്ച് ബൗണ്ടായിരുന്നു. അവിടെയും വലിയ തരത്തിലുള്ള സ്പൈക്കുകളോ ഷാർപ്പ് ഫോളോ ഒന്നും ഉണ്ടായില്ല.
പക്ഷേ റിമാർക്കബിളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് FII ആക്ടിവിറ്റിയാണ്. സ്റ്റിൽ അവർ വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഗ്രസീവായ ബൈയിങ് സൈഡിലേക്ക് കടന്നിട്ടില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് DIIs നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സാണ്, അവർ ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുതരമായി മാർക്കറ്റ് താഴേക്ക് വീഴാത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറണ്ട് സിറ്റുവേഷനിൽ DIIs നമ്മുടെ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാലി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതിശക്തമായിട്ട് ബൈയിങ് സൈഡിലേക്ക് കടക്കണം. അത് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഓപ്ഷൻ ബയേഴ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഓപ്ഷൻസിൻ്റെ ഡാറ്റ നമ്മളോട് പറയുന്നത് ഇപ്പോഴും മാർക്കറ്റ് റേഞ്ച് ബൗണ്ടിൽ തന്നെയാണ്, റേഞ്ച് ബൗണ്ട് സ്ട്രക്ചറിൽ തന്നെയാണെന്നാണ്. ഇതിൽ തന്നെ മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള കോൾ സ്ട്രൈക്സുകൾ 25,800 കോള്, 900 കോള്, 26,000 കോള്, ഈ 3 കോളുകളും മോസ്റ്റ് ആക്റ്റീവാണ്. കാരണം ഇവിടെ ഹെവി ആയിട്ടുള്ള കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോസ്റ്റ് ആക്റ്റീവ് പുട്ടിൽ 25,500ഉം 25,300ഉം തുടരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ലെവലുകളിൽ പുട്ട് റൈറ്റിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മികച്ച സപ്പോർട്ടായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി OI ബേസ് ചെയ്തുകൊണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താവുന്ന സപ്പോർട്ട് ലെവലുകൾ 25,300, 25,500. മറ്റൊന്ന് റെസിസ്റ്റൻസിലാണെങ്കിൽ 25,800, 25,900, 26,000. ശ്രദ്ധിക്കേണ്ട കാര്യം, 25,300 എന്ന് പറയുന്ന ലെവൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്സലറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് ലെവലിലാണെങ്കിൽ 26,000 ഒരു കൃത്യമായ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതൊരു ക്ലീൻ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആകാനും മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,300 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും 26,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ രണ്ട് മേഖലയിലേക്ക് പോകുമ്പോഴും അവിടെ ക്ലിയർ ആയിട്ടുള്ള കൺവിൻസിങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് നടന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴേക്കോ മുകളിലേക്കോ അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ളൂ. നാളെ നോർമലി ഫ്ലാറ്റായിട്ടോ അല്ലെങ്കിൽ ചെറിയ പോസിറ്റീവിലോ ഒക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ റേഞ്ച് ബൗണ്ടിന് തന്നെയാണ് സാധ്യത. മാർക്കറ്റ് ഒന്നുകൂടി താളം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൺസ് അഗെയിൻ ഒരു ഡയറക്ഷണൽ മൂവ് വരണമെങ്കിൽ 25,300 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം, അല്ലെങ്കിൽ 26 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഇതിനിടയിൽ സ്കാൽപ്പിംഗ് മെത്തേഡുകൾ, സ്കാൽപ്പിംഗ് മോഡലുകൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡൊക്കെ കിട്ടണമെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. എന്തായാലും ഫെബ്രുവരി 6 ഇന്ന് നടന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ സമ്മറിയാണ് നമ്മൾ നൽകിയത്. തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ പ്രവചനങ്ങൾക്കൊക്കെ അതീതമാണ്. എന്തായാലും ലഭ്യമായ ഡാറ്റ വെച്ച് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ലെവൽ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക, ഇമോഷൻസ് ഒഴിവാക്കുക, ലെവലുകളെ റെസ്പെക്റ്റ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വിജയകരമായ പ്രോഫിറ്റബിളായ ഒരു ട്രേഡിംഗ് ആശംസിക്കുന്നു. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.